ചേട്ടാ പടം നല്ല പടം തന്നെയാണ്, മോശമല്ല. പക്ഷേ ഇത്രയും ബിൽഡപ്പിനുള്ള സെറ്റപ്പ് ഒന്നുമില്ല. ഓക്കെ, സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് നമ്മൾക്ക് അത്ര സൂചിക്കത്തില്ല. ഗംഭീരമായിട്ട് ഉഗ്രം പടം, ഭയങ്കര ഒരു ഇന്റർനാഷണൽ ലെവലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പൃഥ്വിയുടെ ഡയറക്ഷൻ, ലാലേട്ടൻ പിന്നെ ഒന്നും പറയാനില്ല, എല്ലാവരും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഒരുപാട് സർപ്രൈസസും സസ്പെൻസുകളും ഉണ്ട്. പോയി തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട പടം. എനിക്ക് തോന്നുന്നു ഇതൊരു പക്ഷേ നമുക്ക് പാൻ ഇന്ത്യൻ എന്നല്ല, ഒരു ഇന്റർനാഷണൽ വേൾഡ് പടം, ഒരു ഹോളിവുഡ് പടം കണ്ടിറങ്ങിയ ഫീൽ. വർത്തബിൾ സിനിമയാണ്, അടിപൊളി മേക്കിംഗ്. പ്രത്യേകിച്ച് പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ വെരി സൂപ്പർ. വളരെ മോഹൻലാൽ ഗംഭീരം. എല്ലാ മോഹൻലാൽ ആരാധകർക്കും ഭയങ്കര ഒരു ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. ഇത്രയും ലാർജ് സ്കെയിലിൽ മലയാള സിനിമ എന്ന് പറയുമ്പോൾ അത് നമുക്കെല്ലാം അഭിമാനിക്കാൻ പറ്റുന്ന ഇതാണ്. നല്ല സിനിമയാണ്, അടിപൊളി സിനിമയാണ്. ഇത് ഹ്യൂജ് ഹിറ്റ് ആയിരിക്കും. ഇനിയിപ്പം 3 വെയിറ്റിംഗ് ആണ്, അതാണ് മെയിൻ. വെച്ചാൽ ഇനി മോഹൻലാലിൻ്റെ സ്റ്റോറി ആയിരിക്കും, മോഹൻലാലിനെ കുറിച്ച് സംസാരിക്കുമായിരിക്കും അടുത്ത പടത്തിൽ വരാൻ പോകുന്നത്. അതായിരിക്കും മെയിനായിട്ട് വരാൻ. അപ്പം കുറേ രാജ്യങ്ങളിൽ, അതായത് പാൻ ഇന്ത്യ ഫുള്ളി നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി ഹോളിവുഡ് ആക്ടേഴ്സ് കാണാൻ പറ്റും. പിന്നെ കുറേ സ്ഥലങ്ങളിൽ ലൊക്കേഷൻസിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കാണുമ്പോഴത്തേക്ക് ആ വിഷ്വൽസ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നല്ല സിനിമയാണ്, നല്ല ഒരു ഹ്യൂജ് ഹിറ്റ് ആയിരിക്കും ഉറപ്പായിട്ടും. ലാസ്റ്റ് നമുക്ക് ആ ഒരു ഇത് കാണിച്ചല്ലോ, ഒരു ചൈനീസ് ആക്ടറിനെ, അത് ഭയങ്കര സസ്പെൻസ് ആയിരുന്നു. പലരും പല എക്സ്പെക്ടേഷൻസ് പറഞ്ഞു, പക്ഷേ അതൊരു ഭയങ്കര വെറൈറ്റി ആയിരുന്നു. എന്തായാലും L3 എക്സ്പെക്ട് ചെയ്യുന്നു. സൂപ്പറായിരുന്നു. ഹ്യൂജ് ഹിറ്റ് ആയിരിക്കും ഉറപ്പായിട്ടും. താങ്ക് യു. എന്തായാലും പൊളിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും ഇരട്ടി മധുരമാണ് തന്നിരിക്കുന്നത് നമ്മൾ ചെക്കൻ. അതായത് സൂപ്പറായിരുന്നു. പൃഥ്വിരാജും ലാലേട്ടനും 500 കോടി ഉറപ്പ്. 500 കോടിയല്ല, അതിനപ്പുറം കിടക്കും അല്ലേ മൂത്തേ? കിട്ടില്ല പടം. മതി. നമസ്കാരം, എൻ്റെ പേര് സജിന്ത്. ഞങ്ങളിതാ ഇപ്പോൾ എമ്പുരാൻ്റെ ഫസ്റ്റ് ഷോ നമ്മൾ കണ്ടിട്ട് പുറത്തിറങ്ങിയതേ ഉള്ളൂ. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ലാലേട്ടൻ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷമാണ്. ആൻഡ് ഓഫ് കോഴ്സ് പൃഥ്വിരാജ് എന്ന ഡയറക്ടർ, പൃഥ്വിരാജ് സുകുമാരൻ എന്നൊരു ആക്ടർ കഴിഞ്ഞ ഒരു ഡയറക്ടർ എന്നുള്ളൊരു തലത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രാഫ്റ്റ് സത്യം പറഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തന്നെ തോന്നിപ്പോവും. പുള്ളി പറയാറുണ്ടായിരുന്നു ഇതൊരു കുഞ്ഞു സിനിമയാണെന്ന്. പക്ഷേ ആ കുഞ്ഞു സിനിമ നിങ്ങൾ തിയേറ്ററിൽ വന്ന് എന്നെ കാണണം. ആൻഡ് സോ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തന്നെ തോന്നിപ്പോവും ഇതൊരു സത്യം പറഞ്ഞ ഒരു മലയാള സിനിമയാണ്, ഇതൊരു പാൻ ഇന്ത്യൻ അല്ല, ഒരു ഇൻ്റർനാഷണൽ ലെവൽ സാധനമാണ് ചെയ്തു വെച്ചേക്കുന്നത്. സോ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ വന്ന് കാണേണ്ട പടമാണ്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് മിസ് ചെയ്യരുത്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫ് പേഴ്സണലി എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടു. നമ്മൾ കൂടുതൽ സ്പോയിലേഴ്സിലോ കാര്യങ്ങളിലോട്ടൊന്നും കിടക്കില്ല. സെക്കൻഡ് ഹാഫിൽ നമുക്ക് ടുവേർഡ്സ് എൻഡ് എത്തുന്ന സമയത്ത് എന്തോ ഒരു കുറവുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുന്നുണ്ടാവും. പക്ഷെ ആ കുറവ് നികത്താനുള്ള സംഭവം അടുത്ത പാർട്ടിൽ വരുന്നുള്ള ഹിൻറ്റ് അവർ പറയുന്നുണ്ട്. ലാസ്റ്റ് 20 മിനിറ്റാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ഹുക്ക് ഉണ്ടായത്. ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ കഥയുടെ നടുക്കൂടെ നടന്നു പോകുന്നുണ്ടെങ്കിലും പലപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത് ഇത്രയേ ഉള്ളൂ, ഇത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ആ തിരിഞ്ഞു നിൽക്കുന്ന ക്യാരക്ടർ ആരാണെന്നുള്ള ആ ഒരു വിഷയത്തിനെക്കുറിച്ച് ഒരുപാട് നമ്മൾ ചിന്തിച്ച് കൂടുന്നുണ്ടാവും. പക്ഷേ അത് ഒട്ടും ഡിസപ്പോയിൻറ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെ അവർ കാണിച്ചിട്ടുണ്ട്. കൂടുതൽ ഞാൻ പറയുകയാണെങ്കിൽ അത് സ്പോയിലർ ആയിരിക്കും. നിങ്ങൾ തിയേറ്ററിൽ വന്ന് തന്നെ നിങ്ങൾ കാണണം. ലാലേട്ടൻ്റെ തിരിച്ചുവരവാണ്. 2019 ശേഷം, ലൂസിഫർ കഴിഞ്ഞ ശേഷമുള്ള ഏറ്റവും വലിയ തിരിച്ചുവരവ് ലാലേട്ടൻ എന്നല്ല, ലാലേട്ടൻ ഫാൻസിൻ്റെ മലയാള ഫിലിമിൻ്റെ തിരിച്ചുവരവാണത്. ഇത് ഞങ്ങൾ ആഘോഷിക്കും. ഒന്നും പറയാനില്ല. പൃഥ്വിരാജ് സുകുമാരൻ വെരി എക്സലൻ്റ് വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. മോഹൻലാൽ ഏട്ടൻ തിരിച്ചു വന്നു, ലാലേട്ടൻ തിരിച്ചു വന്നു. മാസ് എൻട്രി ആണ്. എൻട്രി ഒന്നും ഒരിക്കലും മിസ് ആവാൻ പാടില്ല. കാരണം അങ്ങനത്തെ ഒരു എൻട്രി ഇതുവരെ മലയാള സിനിമയിൽ വന്നിട്ടില്ല. ഇതേപോലൊരു മൂവി മലയാള സിനിമയിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. ഏട്ടൻ ഈസ് ബാക്ക്, ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഏട്ടൻ ഈസ് ബാക്ക്, എല്ലാം കൂടെ ഉണ്ട്. ലാലേട്ടൻ ഈസ് ബാക്ക്, ഏട്ടൻ ഈസ് ബാക്ക്. മലയാളത്തിന്റെ മോഹൻലാൽ. മലയാളത്തിന്റെ മോഹൻലാൽ തിരിച്ചു വന്നിരിക്കുന്നു. ഇത് നമ്മൾ കത്തിക്കും. മലയാള ഇൻഡസ്ട്രി വേറെ ലെവലാവും. ലാലേട്ടൻ പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല കേട്ടോ. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ്. ഇതിപ്പോൾ പറയുന്നത് പോലെ ചെറിയ ബഡ്ജറ്റിലെ പടമൊന്നും അല്ല കേട്ടോ. കയറി കാണണം. നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി അപ്പുറത്തുള്ളൊരു സംഭവമാണ്. പറയുന്നത് പോലെ അത് ഉങ്ങൾക്ക് സൊന്നാ പുറിയാത് സാർ, ബോളിവുഡ് ലെവലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് സംഭവം. മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമാസം. അതായത് ലാലേട്ടൻ്റെ
മാസ് പക്ക നമ്മൾ എന്താണോ കാണാൻ ഉദ്ദേശിക്കുന്നത് ആ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പൃഥ്വിരാജ് ആയാലും ശരി, ഓരോ അതായത് ഞാനിത് നമ്മൾ ഒരു സ്പോയിലറായിട്ട് പറയല്ല, ഒരു കാറിൻ്റെ പോലും റീ എൻട്രി ഇത്രയും മാസമായിട്ട് കാണിച്ച ഒരു പടം വേറെ ഇല്ല കേട്ടോ. സത്യം, ഒരു കാറിൻ്റെ റീ എൻട്രി, ബീജം ആയാലും എന്തോ ആയാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും പൊള്ളി. അതായത് ഫാൻസുകാർക്ക് മാത്രമല്ല, മൊത്തവും ലാലേട്ടൻ്റെ ആ കേരളക്കര മൊത്തം വേൾഡ് ഫുള്ള് നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്നൊരു പടമാണ് എമ്പുരാൻ. അപ്പം ഞങ്ങൾ ഒന്നുകൂടി വരുന്നുണ്ട് വൈകിട്ട്. ഞങ്ങൾ ഒന്നുകൂടി ഈ പടം കണ്ട് ഒന്നുകൂടി കണ്ടിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. അതെ, ലാലേട്ടൻ കീ കാത്തിരുന്ന ദിനം ഇന്നായിരുന്നു. എമ്പുരാൻ, നമ്മളെ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ടായ സിനിമ. അത് കണ്ടിട്ട് ഇപ്പോഴും സത്യം പറഞ്ഞാൽ എൻ്റെ രോമാഞ്ചം വിട്ടു പോയിട്ടില്ല. ഇപ്പോഴും കയ്യിൽ നിങ്ങൾക്ക് കാണാമോ സാധനം നമുക്ക് രോമാഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനെ എങ്ങനെയാണോ കാണാൻ പറ്റുന്നത് അതിൻ്റെ അപ്പുറത്ത്. മലയാളം പടമല്ല, അത് കണ്ടത് മലയാളം പടമല്ല, ഒരു ഹോളിവുഡ് സ്റ്റൈലിലാണ് മേക്കിങ്. അതായത് മലയാളത്തിൽ ഇങ്ങനൊരു പടം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതെ, ഇപ്പം ലാലേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൻ്റണി പൃഥ്വിരാജ് 4-5 ഹെലികോപ്റ്ററൊക്കെയാണ് ചോദിക്കുന്നത്. അത് ആ പടം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അത് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നുള്ളത്. അപ്പോൾ വൻ ഇതായിട്ടാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പടം കണ്ടിറങ്ങിയിട്ടും ആ ഒരു ആവേശത്തിമിർപ്പിലാണ് ഞങ്ങൾ. അപ്പോൾ എല്ലാവരും കാണുക പടം. പിന്നെ ഈ പറഞ്ഞതുപോലെ കുറേ പേര് ഇൻട്രോയും കാര്യങ്ങളും എല്ലാം ഫോണിൽ പകർത്തിയിട്ടുണ്ട്. അതിന് ഈ സ്റ്റാറ്റസ് ആക്കി ഇട്ട് ബാക്കിയുള്ളവരുടെ ആ ഒരു കാണാൻ ഇനിയും ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് കിട്ടിയവർ 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കാണാനിരിക്കുന്നത്. അവർക്കുള്ള സർപ്രൈസും സസ്പെൻസും ഒന്നും കളയരുതേ എന്ന് നമ്മൾ പിന്നെയും പറയുകയാണ്. മിക്കവരും ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കാതിരിക്കുക, കണ്ടത് മനസ്സിൽ വെക്കുക, വീണ്ടും വന്ന് തിയേറ്ററിൽ വന്ന് തന്നെ കാണുക. ലാലേട്ടൻ പിന്നെ ഒന്നും പറയാനില്ല, എല്ലാവരും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഒരുപാട് സർപ്രൈസസും സസ്പെൻസുകളും ഉണ്ട്. പോയി തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട പടം. എനിക്ക് തോന്നുന്നു ഇതൊരു പക്ഷേ നമുക്ക് പാൻ ഇന്ത്യൻ എന്നല്ല, ഒരു ഇന്റർനാഷണൽ വേൾഡ് പടം, ഒരു ഹോളിവുഡ് പടം കണ്ടിറങ്ങിയ ഫീൽ.